ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ബന്ധമുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് പ്രേരിപ്പിച്ചു. ചെറുതെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് പിന്നിലെ പ്രധാന കാരണമായി ഇത് മാറുകയും ചെയ്തു. വീക്ക്ലി ബേസിസിൽ ഇൻഡെക്സ് 0.8% ഇടിഞ്ഞു. കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായെങ്കിലും ഈ കോൺഫ്ലിക്റ്റുകളൊന്നും തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അത്ര പ്രതികൂലമായി ബാധിച്ചിട്ടില്ല. ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ 2001 പാർലമെൻറ്റ് ആക്രമണ സമയത്ത് ഒഴികെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് പീരീഡുകളിലൊന്നും തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 2%-ലേറെ ഇടിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് നൽകുന്ന ഒരു പ്രധാന ഫാക്ടറാണ്. 2001 ഡിസംബർ 13-നും 2002 ഒക്ടോബർ 1-നും ഇടയിൽ നടന്ന പാർലമെൻറ്റ് ആക്രമണ സമയത്ത് മാത്രമാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 14%-ഓളം ഇടിഞ്ഞത്. ഇതിന് പിന്നിൽ പാർലമെൻറ്റ് ആക്രമണത്തെ കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ കറക്ഷനും ഒരു പ്രധാന കാരണമാണ്. ഇനി ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതൊക്കെ സമയത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇന്ത്യ പാക് സംഘർഷം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാകും. ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ച സമയത്ത് ഡിസംബർ 13, 2001 മുതൽ 2002 ഒക്ടോബർ 1 വരെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 13%-ആണ് ഇടിഞ്ഞത്. 2016 ഉറി അറ്റാക്കും അതിനുശേഷം സർജിക്കൽ സ്ട്രൈക്കും നടന്ന സമയത്ത്, അതായത് 2016 സെപ്റ്റംബർ 18 മുതൽ 2016 സെപ്റ്റംബർ 29 വരെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 2%-ഓളം കറക്റ്റായിരുന്നു. 2019 പുൽവാമ അറ്റാക്കും അതിനുശേഷം ബാലക്കോട്ട് എയർ സ്ട്രൈക്കും നടന്ന സമയത്ത് 2019 ഫെബ്രുവരി 14 മുതൽ 2019 മാർച്ച് 1 വരെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 1.8% കറക്റ്റായി. ഇനി കുറച്ചും കൂടെ പഴയ ഡേറ്റ നോക്കുകയാണെങ്കിൽ കാർഗിൽ വാറിൻ്റെ സമയത്ത് 1999 മെയ് 3 മുതൽ 1999 ജൂലൈ 26 വരെയുള്ള സമയത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 0.80% മാത്രമാണ് കറക്റ്റായത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വ്യാപിച്ചാലും അല്ലെങ്കിൽ വർദ്ധിച്ചാലും അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അത്ര പ്രതികൂലമായി ബാധിക്കുകയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിലും മാർക്കറ്റ് 5%-ലേറെ കറക്റ്റ് ആകാനുള്ള സാധ്യത ഒട്ടുമില്ല എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇനി ഈ ആഴ്ചയിലെ ട്രേഡിംഗ് സെഷന് ആവശ്യമായിട്ടുള്ള നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലും കൂടി മനസ്സിലാക്കാം. നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു അപ്പർ ഷാഡോ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. ഇത് ഹയർ സൈഡിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതേസമയം സപ്പോർട്ട് സ്ട്രോങ് അല്ലെങ്കിൽ ഇൻടാക്റ്റ് ആണെന്നുള്ള സൂചനയും നൽകുന്നുണ്ട്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാൽ 24,365 ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 24,365-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 24,580 ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ്. ഇവിടെ 24,365-നും 24,580-നും ഇടയിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതേസമയം 24,100 ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 24,100-ന് താഴെ മാർക്കറ്റ് ക്ലോസിംഗ് നൽകുന്നിടത്തോളം കാലം ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. 23,900, 23,800, 23,700 തുടങ്ങിയ 3 സോണുകളും സപ്പോർട്ട് സോണായി പ്രവർത്തിക്കും. ഇതിൽ 23,800 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ ചിലപ്പോൾ 23,500-ലേക്കും മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാലും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ പരിശോധിച്ചാലും ഇതിന് സമാനമായ ഒരു ക്യാൻഡിൽ പാറ്റേൺ തന്നെയാണ് കാണുന്നത്. അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിന് ഒരു ബ്രേക്ക് അല്ലെങ്കിൽ താൽക്കാലികമായി ഒരു വിരാമം നൽകി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സ്പിന്നിങ് ടോപ്പ് പാറ്റേണും അതുപോലെ തന്നെ നെഗറ്റീവ് ഡൈവേഴ്സും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നത് 53,900-ആണ്. അതേസമയം 55,130 മുതൽ 55,420 വരെയുള്ള സോൺ ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസായും പ്രവർത്തിക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തുന്ന ബൈയിങ് ആണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന പോസിറ്റീവ് ഡാറ്റ. വെള്ളിയാഴ്ചയിലെ കണക്ക് പ്രകാരവും 2,952 കോടിയുടെ ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം ഏകദേശം 17,000 കോടിയുടെ ബൈയിങ്ങും 8 ദിവസം കൊണ്ട് 32,000 കോടിയുടെ ബൈയിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്